അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ ഒരു വോയിസ് വരാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട അനിയൻ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവர்கள் നടുവേദനയുമായി ബന്ധപ്പെട്ട് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ 2 ദിവസമായി അഡ്മിറ്റാണ്. നിങ്ങളോട് അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വോയിസിൽ വന്നത്. നിങ്ങളെല്ലാവരും കഴിയുന്നവരെല്ലാം നാളെ മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പായി സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും 99 പ്രാവശ്യം ഓതിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ രോഗശമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളെല്ലാം ഒന്ന് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹിന്റെയും ഇഖ്ലാസിന്റെയും എല്ലാവിധ സ്വാലിഹായ അമലുകളുടെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു സിറാജ് ഉസ്താദിന്റെയും നമ്മുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും അല്ലാഹു നമ്മുടെയും അവരുടെയും ഒക്കെ മാറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും വേഗം ഉസ്താദിന്റെ ആ വേദനയും പ്രയാസവും ഒക്കെ മാറി ഇനിയും ദീർഘനാൾ ദീനി രംഗത്ത് ദീനിന്റെ ഇൽമുകൾ പറഞ്ഞു കൊടുക്കാൻ പ്രഭാഷണ രംഗത്ത് തിരിച്ചു വരാൻ ധാരാളം പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ഉസ്താദിന്റെ ആഫിയത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ഉസ്താദിന്റെ പ്രയാസവും വേദനയും ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ നിങ്ങളുടെ കുടുംബത്തിൽ ഒരംഗം എന്നുള്ള നിലയിൽ, നിങ്ങളുടെ ഒരു കൂടപ്പുറപ്പ് എന്ന നിലയിൽ നിങ്ങളെല്ലാവരും ഉസ്താദിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ ഈ 2 സൂറത്തുകൾ 99 പ്രാവശ്യം ഓതിയിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുക. ഇതെന്റെ ഉമ്മാന്റെ മയ്യത്താ. എന്റെ ഉമ്മ എന്നോട് ജീവിതത്തിൽ ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഹാഫിളായ ഞാൻ വേണം ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ. ഖതീബ് മാറിക്കൊടുത്തു. ആ 13 വയസ്സുള്ള മകൻ കയറി നിന്ന് ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞു ദുആ ചെയ്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോൻ ഉമ്മാന്റെ മയ്യത്തിന്റെ മുന്നിൽ തളർന്നു വീണു. ഉമ്മാന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കും.